പല സാഹചര്യങ്ങളിലും സമയങ്ങളിലും നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് തെറ്റായി പോയി എന്ന് പിന്നീടാണ് നമുക്കത് മനസ്സിലാവുക. ആ സമയങ്ങളിൽ ആ തെറ്റ് തിരുത്തേണ്ടതിന് പകരം നമ്മൾ നിരാശയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ, ഒരു നിരാശയാണ് നമ്മുടെ കൽബിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നാലും തെറ്റാണെങ്കിൽ ആ തെറ്റുകളെ തിരുത്തുകയും നമ്മുടെ ജീവിതത്തെ നന്നാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയികളായി മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരും നിരാശപ്പെടാൻ. ഏത് സാഹചര്യങ്ങൾ നിങ്ങൾ പെട്ടുപോയവരാണെങ്കിലും, നിങ്ങൾ തെറ്റ് ചെയ്തവരാണെങ്കിലും, കടം കൊണ്ട് പൊറുതിമുട്ടി ലോൺ എടുക്കേണ്ടി വന്നു, പലിശ വാങ്ങേണ്ടി വന്നു, അങ്ങനെ തെറ്റുകളൊക്കെ വ്യാപൃതരായി പോയി. ശരിയാണ്, സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് പലതും ചെയ്തു പോയി. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ മടങ്ങി വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. ഏതായാലും എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയാലോ, ഇനി ഏതായാലും അങ്ങനെയൊക്കെ പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളൊരു തിരിച്ചുവരവ്, റബ്ബിലേക്ക് ഒരു മടക്കം നമ്മൾ ആഗ്രഹിക്കേണ്ടവരാണ്. അതിലേക്ക് കടന്നു വരാനാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ലേ, നിരാശരായി നിങ്ങൾ മാറി നിൽക്കല്ലേ. നമ്മൾ മനുഷ്യന്മാരാണ്, നിങ്ങൾ മനുഷ്യരാണ്. ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു പോകാം, പല സാഹചര്യങ്ങളിലും നിങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോകാം. എന്തായിരുന്നാലും നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ലേ. തെറ്റുകൾ സംഭവിച്ചു പോയതിന്റെ പേരിൽ അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ ഇല്ലേ എന്നുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട. പല സാഹചര്യങ്ങളും നിങ്ങൾ ചെയ്തു പോയ ചെയ്തികൾ കാരണമായിട്ട്, തെറ്റുകൾ കാരണമായി നിങ്ങൾ നിരാശയിലൂടെ നിരാശരായി തെറ്റുകൾ നിങ്ങൾ വ്യാപൃതരായി ജീവിക്കാൻ പാടില്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. കാരണത്തെ തൊട്ട് നിങ്ങൾ നിരാശരായി മാറിപ്പോകല്ലേ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും, നീ കല്ല് കുടിച്ചവനാണെങ്കിലും, നീ പലിശ വാങ്ങിച്ചവനാണെങ്കിലും, എത്ര വലിയ മഹാപാതകങ്ങൾ നീ ചെയ്തു പോയവനാണെങ്കിലും, എന്നോട് നീ ചോദിക്കൂ, എന്നോട് നീ പശ്ചാത്തപിച്ച് മടങ്ങോ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ നിരാശരായി പാറിപ്പോകല്ലേ, നിരാശരായി തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കല്ലേ, നിരാശരായി പാപങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പുറത്തു തരാം. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമ്മളെ ക്ഷണിക്കുകയാണ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് അല്ലാഹ് ക്ഷണിക്കുകയാണ്. ശഅബാൻ വിട പറഞ്ഞു പോകാൻ പോവുകയാ, റമദാൻ കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹ് നിന്നെ ക്ഷണിക്കുന്നത് അവന്റെ മഗ്ഫിറത്തിലേക്കാ, അവന്റെ പാപമോചനത്തിലേക്കാ. കടന്നു വാ മോനെ, പാപങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടോ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി വാ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്തായിരുന്നാലും ഉസ്താദേ, ഞാനിങ്ങനെ ആയിപ്പോയി, എന്റെ കുടുംബക്കാർക്ക് എന്നെ വേണ്ടോ, എന്റെ കൂടപ്പറപ്പുകൾക്ക് എന്നെ വേണ്ടോ, എന്റെ കൂട്ടുകാർക്ക് എന്നെ വേണ്ട. ആര് നിന്നെ മാറ്റി നിർത്തിയാൽ, ആര് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലാഹു നിന്നെ വേണം ചെറുപ്പക്കാരാ, അല്ലാഹുവിന് നിന്നെ വേണം മോനെ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ആരൊക്കെ നിന്നെ കഴിഞ്ഞാൽ അല്ലാഹു നമ്മൾ വേണം മുസ്ലിമേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നീ
എത്ര ഫിസ്തിന് പറഞ്ഞവളാണെങ്കിലും, നീ എത്ര ഫസാദ് ഉണ്ടാക്കിയവളാണെങ്കിലും, ഗീബത്ത് പറഞ്ഞവളാണെങ്കിലും, അള്ളാഹ്ക്ക് നിന്നെ മാറ്റി നിർത്താൻ കഴിയില്ല, അള്ളാഹ്ക്ക് നിന്നെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലോ നന്ദിയുള്ളവരായി ചെയ്തു പോയ പാപങ്ങളിൽ പശ്ചാത്തപിച്ച് മടങ്ങൂ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന് എന്തോ ഒരു സ്നേഹമാണ് നമ്മളോട്, നമ്മളത് തിരിച്ചറിയാതെ പോകരുത്. പല ആളുകളും പറയാറുണ്ട്, നിസ്കരിച്ചിട്ടൊക്കെ കുറെ കൊല്ലമായി, ഇനി ഞാൻ എന്തിനാ നിസ്കരിച്ചിട്ട്, ഇനി എന്തിനാ നന്നാവാ, ഏതായാലും മരണം അടുത്തു, ഏതായാലും വരുന്നത് വെച്ച് കാണാം, ഏതായാലും വരുന്നത് പോലൊക്കെ വരട്ടെ, ഏതായാലും ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് നിരാശയോടെ നിങ്ങൾ മാറിപ്പോകുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, അള്ളാഹിലേക്ക് മടങ്ങുക. നീ എന്ത് ചെയ്തോ, നീ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, നീ ചോദിക്കുക, നിനക്ക് ഞാൻ പുറത്തു തരാമെന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയാ. അള്ളാഹുവേ പടച്ചവനേ, വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹ് നമ്മളോട് കൂടെയുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇത്രത്തോളം സ്നേഹമുള്ള അല്ലാഹുവിനെ ഞാനും നിങ്ങളും മറന്നുകൊണ്ടിരിക്കുന്നത്, ഈ പടച്ചവനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. അല്ലാഹു തന്നെ പറയുകയാ, വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിന്റെ കൂടെയുണ്ട് അല്ലാഹ്, നിന്റെ കൂടെയുണ്ട്. നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല, അള്ളാനെ കാണാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. അള്ളാഹ് പറയല്ലേ, നമ്മൾ എന്തിനാണ് വെറുതെ നമ്മൾ നിരാശരാകുന്നത്, നമ്മൾ എന്തിനാ ഇങ്ങനെ ബേജാറാവുന്നത്? നന്നാവണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും നന്നാവണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷേ എല്ലാവരും പറയുന്നത്, എത്ര നന്നാവാൻ നോക്കിയിട്ട് ഞാൻ നന്നാവണില്ല, എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹ് സ്വീകരിക്കണില്ല, എത്രത്തോളം ഞാൻ നന്മകൾ ചെയ്താലും വീണ്ടും തെറ്റിലേക്ക് ഇങ്ങനെ നിരന്തരമായി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാ, എത്രയോ വട്ടം എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തു എന്നിട്ടും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. പല ആളുകളും പരാതി പറയാറില്ലേ? ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, നമ്മൾ ദുആ ചെയ്യുമ്പോ ആ ദുആനെ അല്ലാഹു സ്വീകരിക്കാതിരിക്കുന്നില്ല. നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തീങ്ങളല്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികളല്ലേ, നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരും എന്റെ പ്രിയപ്പെട്ട ഉമ്മ. എന്നാൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം പടച്ചവനോട് ദുആ ചെയ്യുമ്പോ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചാൽ 3 രീതിയിലാണ് അല്ലാഹു നിങ്ങളുടെ ദുആനെ സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിനോട് ഏത് കാര്യമാണോ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് അല്ലാഹു തരികയാണ്. നിങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ ഒരുപാട് പടച്ചവനോട് ദുആ ചെയ്തിട്ടും അല്ലാഹു ഇന്നത് എനിക്ക് തന്നില്ല, ഞാനൊരു വീടിന് വേണ്ടി ഞാൻ ദുആറുന്നു, നല്ലൊരു വാഹനത്തിന് വേണ്ടി പടച്ചവനോട് ഞാൻ ദുആ ചെയ്തു, എന്നിട്ടും അല്ലാഹു എനിക്ക് തന്നില്ലല്ലോ എന്ന് പരാതി പറയുന്നവരെ, ഒന്നുകിൽ നിങ്ങൾ ചോദിക്കുന്ന അല്ലാഹു തരികയാണ്, അല്ലെങ്കിലോ നിങ്ങളുടെ ദുആ കാരണത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു മാരകമായ വിപത്ത് അല്ലാഹു മാറ്റി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുകയാ, ഒന്നുകിൽ നിങ്ങൾ ചോദിച്ചത് തരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിപത്തുകളെ അല്ലാഹു തട്ടിമാറ്റുകയാണ്. മൂന്നാമത്തെ രീതി എങ്ങനെയെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ആ ദുആനെ മാറ്റിവെക്കുന്നത് എവിടേക്കെന്നറിയോ? നാളെ പരലോകത്തേക്ക് ആരുമില്ലാതെ നമ്മൾ കടന്നു വരുമല്ലോ, ആരും സഹായിക്കാനില്ലാത്തൊരു ലോകമുണ്ടല്ലോ, ഒരാൾ പോലും ഒരു പുഞ്ചിരി കൊണ്ട് പോലും കൂടെ നിൽക്കാത്ത അല്ലാഹുവിന്റെ മഹ്ശറുണ്ടല്ലോ. ആ സമയത്തേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുകയാണ്. ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ്, അവിടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാ നിന്റെ ദുആനെ അല്ലാഹു മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാതെ അല്ലാഹുവിനെ കുറ്റം പറയല്ലേ, അല്ലാഹു ദുആ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി പറയല്ലേ. അല്ലാഹു എല്ലാം നമുക്ക് തരികയാണ്, നമ്മൾ അറിയുന്നില്ല. മുസ്ലിമേ, നിരാശരായി നിങ്ങളാരും മറന്നു പോകല്ലേ, നിങ്ങൾ മടങ്ങി പോകല്ലേ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ നിരാശരായി മടങ്ങി പോകല്ലേ. വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ,
ഈ 3 രീതിയിലാണ് നമ്മുടെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കുക. ഒന്നുകിൽ നമ്മൾ ചോദിച്ചത് അല്ലാഹു തരും, അൽഹംദുലില്ലാഹ്. 2, നമ്മൾ ചോദിച്ചത് അല്ലാഹു തന്നില്ലെങ്കിലും നമുക്ക് വരാൻ പോകുന്ന വിപത്തുകളെ, ആപത്തുകളെ, മുസീബത്തുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാറ്റിത്തരും, നമ്മൾ പോലും അറിയുന്നില്ല. അല്ലെങ്കിലോ നമ്മുടെ ഈ ദുആഇനെ നാളെ പരലോകത്തേക്ക് കൊണ്ട് അല്ലാഹു മാറ്റി വെച്ചിരിക്കുക. ആരും സഹായിക്കാനില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സമാധാനം തരാൻ, നമുക്ക് സമാശ്വാസം തരാൻ, നമുക്ക് സന്തോഷം തരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദുആഇനെയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. എന്നിട്ടാണ് നമ്മൾ അല്ലാഹുവിനെ കുറ്റം പറയുന്നത്, എന്നിട്ടാണ് അല്ലാഹുവിനെ നമ്മൾ മോശക്കാരനാക്കുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ട്, ഞാൻ സ്കെച്ചിട്ട് അല്ലാഹു സ്വീകരിക്കണില്ലല്ലോ, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് അല്ലാഹു എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.